അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തക്ബീറിനെ കുറിച്ചാണ്. നമുക്കറിയാം, ദുൽഹിജ്ജയിൽ അതിൻ്റെ ആദ്യം മുതൽ ദുൽഹിജ്ജ 13 വരെയും തക്ബീറുകൾ ഏത് നേരത്തും നമുക്ക് ചൊല്ലാം. അതിനാണ് പണ്ഡിതന്മാർ തക്ബീറുൽ മുത്തലഖ് എന്ന് പറയുന്നത്, നിരുപാധികമായ തക്ബീർ. അതിന് പ്രത്യേക സമയമോ നിസ്കാരത്തിന് മുമ്പെന്നോ ശേഷമെന്നോ അങ്ങനെയില്ല. എല്ലാ നേരത്തും നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. സ്വഹാബികളൊക്കെ അങ്ങനെ ചെയ്തത് കാണാൻ സാധിക്കും. നമ്മളെ യാത്രയിലും മറ്റുമൊക്കെ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണത്. രണ്ടാമത്തേതാണ് തക്ബീറുൽ മുഖയ്യദ്. ഇതാണ് ഇപ്പോൾ പ്രത്യേകമായി നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അത് സഹോദരങ്ങളെ, ദുൽഹിജ്ജ 9 അന്ന് നമ്മുടെ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെയും സലാം വീട്ടിയ ഉടനെ നമ്മൾ പറയേണ്ട തക്ബീറാണത്. അത് ദുൽഹിജ്ജ 9 സുബഹി, ലുഹർ, അസർ, മഗ്രിബ്, ഇശ, അങ്ങനെ ദുൽഹിജ്ജ 10 അങ്ങനെ തന്നെ, 11 അങ്ങനെ തന്നെ, 12 അങ്ങനെ തന്നെ, 13 അസർ വരെ, അതായത് മഗ്രിബോടുകൂടി നമ്മൾ 14 പ്രവേശിക്കും. 13 അസർ വരെ നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? സലാം വീട്ടി ഉടനെ തക്ബീർ ചൊല്ലണം. അത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് പറയുന്ന തക്ബീറാണ്. ഇത് സുന്നത്താണ്. സ്വഹാബികളുടെ അമൽ നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഇത് പ്രത്യേകിച്ചും ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലും അതുപോലെ അയ്യാമു തശ്രീക്കിലും ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്, തക്ബീറുകൾ ചൊല്ലുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. ബറക്കല്ലാഹു ഫീക്കും.